ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമാൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ടിപ്പുകളൊന്നുമല്ല കാണിക്കുന്നത്, എൻ്റെ മുടിക്ക് വന്ന മാറ്റമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒട്ടും ആരോഗ്യവും അതേപോലെ ഉള്ളും ഇല്ലാതിരുന്ന മുടിയെ ഞാൻ എങ്ങനെയാണ് ഇത്രയും ഉള്ളോടുകൂടി വളർത്തിയെടുത്തതെന്നാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ എൻ്റെ വീഡിയോസിൽ കാണിക്കുന്ന ഓരോ പായ്ക്കുകളും അത്രയ്ക്ക് ഗുണം കിട്ടുന്നതാണ്. അങ്ങനെ ഓരോ പായ്ക്കുകളും യൂസ് ചെയ്തതിന് ശേഷമാണ് എൻ്റെ മുടി ഇത്ര ആരോഗ്യത്തോടുകൂടി വളർന്നു വരാൻ തുടങ്ങിയിട്ടുള്ളത്. എൻ്റെ മുടി ഓരോ ദിവസവും കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. നല്ല ആരോഗ്യത്തോടു കൂടി നല്ല തിക്കായിട്ട് വളർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ഓരോ യൂട്യൂബേഴ്സും ഇതിൽ കാണിക്കുന്ന ഓരോ ഹെയർ കെയർ ടിപ്പുകളും അവരവർ ചെയ്ത് നോക്കിയതിന് ശേഷം നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് കൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ ടിപ്പുകളൊക്കെ ചെയ്ത് നോക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാകുന്നത്. അല്ലാതെ ഒരു വീഡിയോ കാണിക്കുമ്പോൾ നമ്മൾ വെറുതെ കാണിക്കുകയാണ് എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ചെയ്ത് നോക്കിയാലേ അതിന് കറക്റ്റായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതേപോലെ ഓരോ പായ്ക്കുകളും നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് തന്നെയാണ് കാണിക്കാറ്. അല്ലാതെ നമ്മൾ വെറുതെ പായ്ക്ക് ഉണ്ടാക്കി കാണിച്ച് പറഞ്ഞു പോവുകയല്ല. അത് പായ്ക്ക് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും നമ്മുടെ മുടി പോകുമോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തലയിൽ യൂസ് ചെയ്യില്ല. നമ്മൾ ചെയ്ത് കാണിക്കുകയാണ്, ലൈവായിട്ട് നിങ്ങളെ ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മുടിക്ക് ദോഷമുള്ള ഒരു പായ്ക്കുകളും നമ്മൾ അപ്ലൈ ചെയ്യത്തില്ലല്ലോ. അപ്പോൾ ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് വീണ്ടും വീണ്ടും ഇതേപോലെയുള്ള ഹെയർ കെയർ ടിപ്പുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതേപോലെ എല്ലാ ടിപ്പുകളും കൂടി നിങ്ങൾ ഒന്നിച്ച് ചെയ്തൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഏതിൽ നമ്മൾ കാണിക്കുന്ന ടിപ്പുകളിൽ നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ എന്ന് തോന്നുന്നത് സെലക്ട് ചെയ്തിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കുക. നമ്മൾ ആഴ്ചയിൽ 3 ദിവസം ചെയ്യാനുള്ള ടിപ്പുകളൊക്കെ കാണിക്കാറുണ്ട്. അത് ആഴ്ചയിൽ 3 ദിവസം ചെയ്യുക. അതിനിടയ്ക്കുള്ള ദിവസങ്ങളിൽ വേറെ ഓരോ പായ്ക്കുകൾ മാറ്റി മാറ്റി യൂസ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതിലൂടെ തുടർച്ചയായിട്ട് നിങ്ങൾ 1 മാസമൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അതേപോലെ ഒട്ടുമിക്ക പേരും കമൻറ്റ് ചെയ്യാറുള്ളതാണ്, എന്തൊക്കെ ചെയ്തിട്ടും എൻ്റെ തലയിൽ മുടി കിളുക്കുന്നില്ല, ഇത് വെറുതെ പറയുകയാണ്, ഇതൊക്കെ ചെയ്താൽ ഉള്ള മുടിയും കൂടി പോവുകയുള്ളൂ എന്നൊക്കെ ഓരോ കമൻറ്റുകളൊക്കെ കാണാറുണ്ട്. എൻ്റെ വീഡിയോസിന് മാത്രമല്ല പലരുടെയും വീഡിയോസിൻ്റെ അടിയിൽ ഇങ്ങനൊരു കമൻറ്റ് കാണാറുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ എന്തൊക്കെ പായ്ക്ക് യൂസ് ചെയ്തിട്ട് മുടി വളരുന്നില്ല എന്ന് പറയുന്നവരോടാണ് നമ്മുടെ സ്കാൽപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. ഒട്ടുമിക്ക പേരുടെയും തലയിലുള്ള ഒരു പ്രശ്നമാണ് താരനുള്ളവരുടെ തലയിൽ പുതിയ മുടി കിളത്ത് വരാൻ ബുദ്ധിമുട്ടാണ്. അതേപോലെ ഉള്ള മുടി പൊഴിഞ്ഞു പോകാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പായ്ക്ക് യൂസ് ചെയ്തിട്ടും കാര്യമില്ല, ആദ്യമേ തന്നെ നമ്മൾ താരൻ്റെ ബുദ്ധിമുട്ട് മാറ്റിയെടുക്കുക. അതിനായിട്ട് നിങ്ങൾ ഒരു മുട്ടയുടെ വെള്ളയിൽ നാരങ്ങയുടെ നീര് മിക്സ് ചെയ്തതിന് ശേഷം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു മുട്ടയുടെ വെള്ളയും 1 സ്പൂൺ നാരങ്ങ നീരും മാത്രം മതിയാകും. കൊച്ചു കുട്ടികളിലൊക്കെ ആണെങ്കിൽ ഒരു 10 വയസ്സൊക്കെ കഴിഞ്ഞവരുടെ തലയിലൊക്കെ ആണെങ്കിൽ 1-2 തുള്ളി മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇത് ആഴ്ചയിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ തലയിലെ താരനൊക്കെ മാറിക്കിട്ടും. അങ്ങനെ മാറിയതിന് ശേഷം നിങ്ങൾ ഇതേപോലെയുള്ള പായ്ക്കുകളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും. അതേപോലെ ഒട്ടുമിക്ക പേരിലുള്ളൊരു പ്രശ്നമാണ് തലയോട്ടി തെളിഞ്ഞ് വരിക, കഷണ്ടി തെളിഞ്ഞ് വരുന്നു, ഒട്ടും മുടിക്കുള്ളില്ല എന്നൊക്കെ ബുദ്ധിമുട്ടുള്ളവർ. അങ്ങനെയുള്ളവർ നമ്മുടെ സവാള നീരോ ചെറിയുള്ളിയുടെ നീരോ അതിലേക്ക് ആവണക്കെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് നോക്കുക. അത് നല്ലതാണ്, മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. കഷണ്ടി തെളിഞ്ഞവരിലൊക്കെ നല്ല രീതിയിൽ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഉള്ളിനീരിൽ ആവണക്കെണ്ണ കൂടാതെ കുറച്ച് സാധനങ്ങളും കൂടി മിക്സ് ചെയ്തിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടിട്ടുണ്ട്. അത് നല്ല റിസൾട്ടാണ്. മുടി വളരാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ്. അത് ചെയ്ത് നോക്കിയിട്ട് ഒരുപാട് ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണ്. അപ്പം ഒട്ടും മുടിയില്ലാതെ തലയോട്ടിയൊക്കെ തെളിഞ്ഞ് വരുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ മറ്റൊരു കാര്യം, താരൻ്റെ ബുദ്ധിമുട്ടുള്ളവർ താരൻ മാറ്റിയെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പിരികത്തിലേക്കൊക്കെ താരൻ്റെ ഇത് പടർന്നിട്ട് നമ്മുടെ പുരികമൊക്കെ പൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് കട്ടിയുള്ള പിരികമാണല്ലോ നല്ല ഭംഗി. അപ്പം പുരികം പൊഴിയാതെ കട്ടിയായിട്ട് വളർത്തിയെടുക്കണമെങ്കിൽ തലയിലെ താരനെ മാറ്റിയെടുക്കുക. ആദ്യമേ തന്നെ താരൻ്റെ ടിപ്പുകളൊക്കെ ചെയ്ത് നോക്കുക. ആദ്യ സമയങ്ങളിലൊക്കെ എൻ്റെ തലയിൽ താരനുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഇതേപോലെ മുട്ടയുടെ വെള്ളയും നാരങ്ങയും കൂടെ യൂസ് ചെയ്ത് എൻ്റെ തലയിലെ താരനൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതേപോലെയുള്ള പായ്ക്കുകളൊക്കെ യൂസ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയത്. അതേപോലെ നമ്മളെ പുറമേ തേച്ച് കൊടുക്കുന്നത് മാത്രമല്ല, നമ്മൾ ഉള്ളിൽ കഴിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ഫുഡുകളും കൂടിയുണ്ട്. അതൊക്കെ കഴിക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത്. ഫുഡ് കഴിച്ചിട്ട് മാത്രമല്ല മുടി വളർത്തുന്നത്, നമ്മൾ
ടിപ്പുകളും കൂടി ചെയ്യുമ്പോഴാണ് നല്ല രീതിയിൽ മുടി വളരുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള ടിപ്പുകളൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. മുടി വളർത്താൻ ആഗ്രഹമുള്ള എല്ലാ കൂട്ടുകാരും ഈ ടിപ്പുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു മാറ്റമാണ് എൻ്റെ മുടിക്ക് വന്നിട്ടുള്ളത്. നല്ല ഉള്ളുകൊണ്ട് അതേപോലെ നല്ല രീതിയിൽ നീളവും വെച്ചിട്ടുണ്ട്. ആദ്യത്തെ വീഡിയോസിലൊന്നും എൻ്റെ മുടിക്ക് ഇത്രയും ഉള്ളുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഈ പാക്കുകളൊക്കെ യൂസ് ചെയ്തിട്ട് എൻ്റെ മുടി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുകയില്ല. അതേപോലെ വീണ്ടും വീണ്ടും മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയുമില്ല. അപ്പോൾ എനിക്ക് റിസൾട്ട് ഉള്ളത് കൊണ്ടാണല്ലോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ എൻ്റെ ചാനലിലേക്ക് പുതിയതായിട്ട് വരുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.